ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് യെല്ലോയിലാണെന്നറിയാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹാൻഡ്ലിംഗ് റൂൾസ് 28 മാർച്ച് 2016 അണ്ടർ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മുടെ എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, ഫോറസ്റ്റ്. ദിസ് ഡസ് നോട്ട് അപ്ലൈ ടു റേഡിയോ ആക്റ്റീവ് വേസ്റ്റോ, ലെഡ് ആസിഡ് ബാറ്ററീസോ, ഇലക്ട്രോണിക് വേസ്റ്റോ, ഹസാഡസ് മൈക്രോ ഓർഗാനിസോ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റോ അല്ലെങ്കിൽ ഈ ലെഡ് ആസിഡ് ബാറ്ററീസ്, ഇലക്ട്രോണിക് വേസ്റ്റോ, ഈ വേസ്റ്റോ, ഹസാഡസ് മൈക്രോ ഓർഗാനിസോ ഒന്നുമില്ല. എല്ലാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻസിനറേഷൻ, അനാറ്റമിക്കൽ വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ്. ബി എന്ന് പറയുമ്പോൾ ബോഡി ഫ്ലൂയിഡ് ഓർ ബോഡി ബാഗ്. അനാറ്റമിക്കൽ വേസ്റ്റിനാണ് എ. ബി എന്ന് പറഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ്, ബോഡി ബാഗ്. സി സൈറ്റോടോക്സിക് ഓർ ഡിസ്കാർഡ് എക്സ്പയർഡ് മെഡിസിൻസ്. ഈ അനാറ്റമിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് എന്ത് വേണേലും ആവാം. പേഷ്യൻസിൻ്റെ ആവാം, അല്ലെങ്കിൽ എന്തിന് ഫീറ്റസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. ബോഡി ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡ് ബാഗ് മറക്കരുത്. ബ്ലഡ് ബാഗ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ബ്ലഡ് ബാഗ് ഇൻഫെക്റ്റീവ് ആയതുകൊണ്ട് യെല്ലോയിലാണ്. ബ്ലഡ് ബാഗ്, ബോഡി ഫ്ലൂയിഡ് എല്ലാം സൈറ്റോടോക്സിക് ആൻഡ് ഡിസ്കാർഡ് എക്സ്പയർഡ് മെഡിസിൻസ് ഇതെല്ലാം. ഡ്രസ്സിങ് മെറ്റീരിയൽ അനാറ്റമിക്കൽ, ഹ്യൂമൻ, ആനിമൽ, പ്ലാസൻ്റ്, സോയിൽഡ് ഐറ്റംസ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്, ലൈൻ ആൻഡ് സ്വാബ്സ്. ഇതെല്ലാം സോയിൽഡ്. നമ്മളിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലായാലും നോസിലും നോസ്ട്രൽസിലും വരുന്ന സോയിൽഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് വിത്ത് ദിസ് ഐറ്റംസ് കണ്ടാമിനേറ്റഡ് വിത്ത് ബോഡി ആൻഡ് ബോഡി ഫ്ലൂയിഡ്, ലൈൻ ആൻഡ് സ്വാബ്സ്. സൈറ്റോടോക്സിക് ഡ്രഗ്, ഈ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഡ്രഗ്സ്, സൈറ്റോടോക്സിക് ഡ്രഗ്സ്, ഡിസ്കാർഡഡ് മെഡിസിൻസ്. അതുപോലെ തന്നെ കെമിക്കൽ ലിക്വിഡ്, സിൽവർ, എക്സ്റേ ഫിലിം, ബോഡി ബാഗ്, ബ്ലഡ് ബാഗ്, കൾച്ചർ, യൂസ്ഡ് മാസ്ക്, ഹെഡ് കവർ, നമ്മളിപ്പോൾ ഉപയോഗിച്ച തലയിലുള്ള ഹെഡ് കവർ, ബ്ലഡ് ബാഗ്, ഷൂ കവർ. ഇതെല്ലാം ഡിസ്പോസിബിൾ ലൈൻ നോൺ പ്ലാസ്റ്റിക് ആണ്. ഇത് ഇൻസിനറേഷനാണ് യെല്ലോൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇനിയും ഇതിൻ്റെ അകത്ത് റെഡിൻ്റെ അകത്ത് ഓൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ, ഓൾ പ്ലാസ്റ്റിക് എക്സെപ്റ്റ് ബ്ലഡ് ബാഗും ഷൂ കവറും ബ്ലഡ് ബാഗ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഷൂ കവറും ബ്ലഡ് ബാഗും ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാസ്റ്റിക് മെറ്റീരിയൽ അതെല്ലാം. ഈ ഷൂ കവർ എവിടെയാണ്? യെല്ലോയിലാണ്. ഷൂ കവർ എവിടെയാണ്? ഹെഡ് കവർ എവിടെയാണ്? യെല്ലോയിലാണ്. ട്യൂബ്സ്, ബോട്ടിൽസ്, കത്തീറ്റർ, യൂറിൻ ബാഗ്, ബ്ലഡ് ബാഗ് മെറ്റീരിയൽ, പക്ഷേ യൂറിൻ ബാഗ് ഇവിടെ റീസൈക്കിൾ ചെയ്യുമെന്നാണ് പറയുന്നത്. സിറിഞ്ച് വിത്തൗട്ട് നീഡിൽസ്, സിറിഞ്ചസ്, വാക്യൂം കണ്ടെയ്നേഴ്സ്, ഗോഗിൾസ്, ഫേസ് ഷീൽഡ്, സ്പ്ലാഷ്, ഗ്ലൗസ്, പ്ലാസ്റ്റിക് കവറോൾ, ഹാസ്മെറ്റ് സ്യൂട്ട്, നൈട്രൈൽ ഗ്ലൗസ്, പ്ലാസ്റ്റിക് കവറോൾ എല്ലാം റെഡിലാണ്. റെഡ് എന്ന് പറയുമ്പോൾ തന്നെ റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക്. പിന്നെ കാർഡ്ബോർഡ് ബോക്സ്, ബ്ലൂ. ഗ്ലാസ് ആൻഡ് മെറ്റാലിക്, ഈ ഗ്ലാസ് നീലയിലാണ്. ഗ്ലാസ് ബ്രോക്കൺ ഓർ ഡിസ്കാർഡഡ് ഗ്ലാസ് ഇൻക്ലൂഡിങ് മെഡിസിൻസ്, വയൽസ്, ആംബ്യൂൾസ് എക്സെപ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് സൈറ്റോടോക്സിക് വേസ്റ്റ്. മെറ്റൽസ് എന്ന് പറയുന്നത് നെയിൽസ്, മെറ്റാലിക് ഇംപ്ലാന്റ് എല്ലാം ബ്ലൂയിലാണ്. വൈറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ലൂസൻ്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ. അതായത് നീഡിൽസ് ഉണ്ടാകും. സിറിഞ്ചസ് വിത്ത് ഫിക്സഡ് നീഡിൽസ്, ബ്ലേഡ്സ്, സ്കാൽപ്പൽ എല്ലാം വൈറ്റിലും. ഗ്ലാസും മെറ്റാലിക് ഇംപ്ലാൻസും ഗ്ലാസും ബ്ലൂയിലും. വൈറ്റിൽ എന്താണ്? നീഡിൽസ്, സിറിഞ്ചസ് വിത്ത് ഫിക്സഡ് നീഡിൽസ്, ബ്ലേഡ്, സ്കാൽപ്പൽ. ഓക്കെ, അപ്പം വൈറ്റിൽ നമ്മുടെ നീഡിൽസ്, സിറിഞ്ചസ് വിത്ത് ഫിക്സഡ് നീഡിൽസ്, ബ്ലേഡ്, സ്കാൽപ്പൽ. പക്ഷേ ബ്ലൂവിൽ വരുമ്പോൾ ഗ്ലാസ്, മെറ്റാലിക് ഇംപ്ലാന്റ്, വയൽസ്, ആംബ്യൂൾസ്, ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആണ് യെല്ലോയിൽ. പിന്നെ ബ്ലഡ് ബാങ്ക് യെല്ലോയിൽ, റെഡിൽ ഓൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ.